ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പുരുഷോത്തമ അധിക മാസമാണ് ഈ മാസം. പുരുഷോത്തമ അധിക മാസത്തിന്റെ പ്രത്യേകതകൾ അറിയോ എല്ലാവർക്കും? ഇപ്പോൾ അധിക മാസം എന്നാണ് പറയുന്നത് അല്ലേ. കുറച്ച് സ്വല്പം തന്നെ ചെയ്താൽ തന്നെ അധികം ബെനിഫിറ്റ് കിട്ടണ മാസമാണ്. സ്പിരിച്വൽ അക്കൗണ്ടിൽ കൂടുതൽ പുരോഗതി, ആത്മീയ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന മാസമാണത്. പുരുഷോത്തമ അധിക മാസം എന്നാണ് ഇതിന് പറയുക. അപ്പം അത് 2 തരം കലണ്ടർ ഉണ്ട്. ലൂണാർ കലണ്ടർ, അതേപോലെ തന്നെ സോളാർ കലണ്ടർ പ്രകാരം കുറച്ച് ദിവസത്തെ വ്യത്യാസങ്ങൾ വരും. അങ്ങനെ 3 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു പുരുഷോത്തമ അധിക മാസം വരുന്നത്. ഏകദേശം 2 കൊല്ലം 8 മാസത്തോട് കൂടിയിട്ടാകുമ്പോൾ അത് 1 മാസത്തെ എക്സ്ട്രാ വരുന്നുണ്ട്, ദിവസം വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ പുരുഷോത്തമ അധിക മാസത്തെ കുറിച്ചിട്ട് നമ്മുടെ പാർവതി ദേവിക്ക് മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. സ്കന്ദ പുരാണത്തിലാണുള്ളത്. അതേപോലെ തന്നെ ബ്രഹ്മാവ് നാരദനെ പറയണുണ്ട്, ഇങ്ങനെ മറ്റു പുരാണങ്ങളിലും പറയുന്നുണ്ട് ഇങ്ങനെ പുരുഷോത്തമ അധിക മാസത്തെ കുറിച്ചിട്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോടും പറയണുണ്ടെന്നാണ് പറയുന്നത്. മലമാസമായിട്ടാണ് ഇതിനെല്ലാവരും കരുതിയിരുന്നത്. ഒരു മംഗളകാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെയിട്ട് ദേവി വിഷ്ണുവിനെ സമീപിച്ചപ്പോഴാണ് വിഷ്ണു എല്ലാറ്റിൻ്റെയും സ്രോതസ്സായിട്ടുള്ള എല്ലാ വിഷ്ണുവിൻ്റെയും അഹം സർവസ്യ പ്രഭുവോ മത്ത സർവം പ്രവർത്തത അല്ലേ, അങ്ങനെ എല്ലാറ്റിൻ്റെയും പ്രഭുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ, എല്ലാ വിഷ്ണുമാരുടെയും സ്രോതസ് ആയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നാണ് ഭഗവാൻ എല്ലാ ഐശ്വര്യം, എൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാതും ഈ ഒരു മാസത്തിന് അനുഗ്രഹിക്കുന്ന മാസമാണ്. അപ്പം അത്രയും സ്പെഷ്യലാണ് ഭക്തന്മാർക്ക് ഈ മാസം. എല്ലാവരും നന്നായി വ്രതം ആചരിക്കുന്ന മാസമാണ്. ചെറിയ എന്തെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അതിനെ അധികം എന്ന് പറയണ പോലെ, ഒന്ന് ചെയ്താൽ 1000 മടങ്ങെന്ന് പറയണ പോലെ. ഇപ്പോൾ ഓണം വിഷു ഒക്കെ ആകുമ്പോൾ എക്സ്ട്രാ നമുക്ക് സ്പെഷ്യൽ ഓഫറുകൾ വരൂല്ലേ, ഒന്നെടുത്താൽ 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് തരണില്ലേ. അതേപോലെ തന്നെ ഈ ഒരു മാസം എന്തെങ്കിലും ചെറിയതായിട്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്താൽ തന്നെ അതിൻ്റെ 1000 മടങ്ങ് ബെനിഫിറ്റ് കിട്ടണ ആത്മീയ പുരോഗതി നമുക്ക് ഉണ്ടാവുന്നതും. അതുമാത്രമല്ല ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്താമെന്നാണ് പറയുന്നത്, അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഭക്തന്മാർക്ക്. അപ്പം എല്ലാവർക്കും ഈ ഒരു അവസരം ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാവരും ചെയ്യുക, അനുഷ്ഠിക്കുക. അപ്പം അതിലെ ഏറ്റവും പ്രാധാന്യം എന്താണ്? നാമജപം. ഭഗവാന്റെ നാമജപത്തിലേക്ക് എല്ലാവരും എത്തണം. ശ്രീകൃഷ്ണന്റെ നാമജപം. ഇപ്പൊ ഓരോ യുഗത്തില് ഓരോ ധർമ്മമുണ്ട് അല്ലെ. കലിയുഗത്തിലെ ഏതാണ് ധർമ്മം? യുഗധർമ്മം. ഓരോ യുഗത്തില് ഓരോ ധർമ്മമുണ്ട്. യുഗധർമ്മമായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് സങ്കീർത്തന യജ്ഞം, ജപയജ്ഞം എന്ന് പറയും. 4 യുഗങ്ങൾ അറിയില്ലേ? 4 യുഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ യുഗമാണ് സത്യയുഗം, അല്ലെങ്കിൽ കൃതയുഗം എന്ന് പറയും. ആ കൃതയുഗത്തിലെ എന്താണ്? 1,00,000 വർഷമാണ് ആയുസ്. എത്ര? 1,00,000 വർഷമാണ് ആയുസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ധ്യാനം, തപസ്, ഇതിനൊക്കെ ഒരുപാട് സമയം വേണ്ടേ. അപ്പം അതൊക്കെ ആ സമയത്ത് ചെയ്യാം അല്ലേ. അത്രയും അതാണ് പറഞ്ഞത്. ഓരോ യുഗത്തിലെ ആളുകളുടെ ആയുസ്, ആരോഗ്യം, ബുദ്ധിയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം സത്യയുഗത്തിൽ അതായിരുന്നു ധർമ്മം. യുഗധർമ്മമായിട്ട് തപസ് ചെയ്യാം, അതേപോലെ ധ്യാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ത്രേതായുഗത്തിലേക്ക് കടക്കുമ്പോഴേക്കും ആയുസ് 10,000 കുറഞ്ഞു. 10,000 കുറഞ്ഞപ്പോൾ അവിടെ യജ്ഞങ്ങൾ, ഹോമങ്ങൾ അങ്ങനെയായി. അവിടുത്തെ യുഗധർമ്മം ആ സമയത്ത് അതാണ് ചെയ്താലാണ് ആത്മീയ പുരോഗതി ഉണ്ടാവുക. പിന്നെ ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപര യുഗത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ്? വിഗ്രഹാരാധന. വിഗ്രഹങ്ങൾ, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വിഗ്രഹാരാധനകൾ നടത്തിയാലാണ് എന്തുണ്ടാവുക? ആത്മീയ പുരോഗതി. കലിയുഗത്തിലെ യുഗധർമ്മം നാമസങ്കീർത്തനം. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശാസ്ത്രപ്രകാരം വേണം അത് അനുഷ്ഠിക്കാൻ.
ശാസ്ത്രത്തിൽ എന്തൊരു പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ തനിയെ ചെയ്താൽ അതിൻ്റെതായ ഒരു പ്രബലത ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശാസ്ത്രപ്രകാരമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം അങ്ങനെ ഈ യുഗധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെ ആരായിട്ട് വന്നു? ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് കലിയുഗത്തിൽ അവതരിച്ചിട്ടുണ്ട്. അപ്പം അതും നമ്മുടെ ഭാഗവതം പറയുന്നുണ്ട്. ഒരുപാട് പുരാണങ്ങളിൽ വ്യാസമഹർഷി തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ സങ്കീർത്തന യജ്ഞവുമായിട്ട് ആര് വരും? സാക്ഷാൽ ഭഗവാൻ തന്നെ ആരുടെ രൂപത്തിൽ വരും? ഒരു ഭക്തൻ എങ്ങനെ ആവണം എന്നുള്ളത് ഭഗവത്ഗീതയൊക്കെ പ്രചരിപ്പിച്ചു. ഭഗവാൻ അതിന് വേണ്ടിയിട്ട് വന്നു, നിങ്ങൾ ഭക്തനാവാൻ പറഞ്ഞു. പക്ഷെ ആരും ഭക്തരായിട്ട് വന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ അദ്വൈതാചാര്യർ എന്ന് പറയും, അദ്വൈതാചാര്യരുടെ പ്രാർത്ഥന പ്രകാരം ചൈതന്യ മഹാപ്രഭു വരണം. ഈ യുഗധർമ്മം എന്താണ്? സങ്കീർത്തന യജ്ഞം. അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. നവദ്വീപിലാണ് അവതരിച്ചിട്ടുള്ളത്. അപ്പം അത് നമുക്ക് കൃഷ്ണവർണ്ണം നമ്മുടെ ഭാഗവതത്തിലെ 11:5-32 ആ ശ്ലോകം. കൃഷ്ണവർണ്ണം തുഷാ കൃഷ്ണം സാങ്കാവ് പാങ്കാഷത പാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായ യജന്തേഹേ സുമേധസ. കൃഷ്ണന്റെ വർണ്ണം അറിയാലോ അല്ലെ, ശ്യാമസുന്ദരൻ. പക്ഷെ കൃഷ്ണവർണ്ണമല്ല, കൃഷ്ണവർണ്ണം തുഷാ കൃഷ്ണം. എന്താണ്? കൃഷ്ണൻ തന്നെ കൃഷ്ണവർണ്ണത്തിലല്ല എന്നുള്ളത്. അങ്ങനെ ഭഗവാൻ രാധാറാണിയുടെ നിറവും രാധാറാണിയുടെ ഭാവത്തിലും ആ ഭക്തന്റെ ഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചെടുക്കുകയാണ്. നമ്മുടെ കലിയുഗത്തിൽ ഇപ്പം ഏകദേശം 500 വർഷങ്ങൾ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ അത് ശ്ലോകം ഭാഗവതത്തിലുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനം പ്രചരിപ്പിക്കാൻ അങ്ങനെയാണ് നമുക്ക് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം നമുക്ക് കിട്ടിയത് ചൈതന്യ മഹാപ്രഭുവാണ് തന്നത്. ബ്രഹ്മ നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ഹരേർ നാമൈവ കേവലം കലൗ നാസ്തേവ ഗതിരന്യത്. വേറൊരു ഗതിയുമില്ല. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രാണ് നമ്മുടെ കലിയുഗത്തില് എന്താണ് പിന്നെ പറയണത്? നിജ സർവശക്തി എന്നാണ് പറയണത്. എല്ലാ ശക്തികളും ഈ നാമത്തിൽ കിട്ടും. ഈ നാമം എവിടത്തെ നാമാണ്? ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് രാധാറാണിയുടെ ഭാവത്തിൽ ശ്രീകൃഷ്ണൻ വന്നിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോ ഗോലോക പ്രേമധനം എന്നാണ് പറയാ. ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ എന്ത് വേണം? ഇതെന്താണ്? പ്രേമം. ഏറ്റവും വേണ്ടത് ഭക്തിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് തലം, ഉയർന്ന തലം ഏതാണ്? കൃഷ്ണപ്രേമ ഭക്തിയിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ആ പ്രേമ സ്വരൂപരായിട്ടുള്ള രാധാകൃഷ്ണന്മാരുടെ ആ ലോകത്തിലേക്ക് എത്താൻ ഈ ഒരു പുരുഷോത്തമ മാസം ഇതേവരെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാത്തവര് അത് ജപിച്ചു തുടങ്ങുക. അതെ, നമ്മൾ എന്തിനാണ് ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നത്? ഈ നാമത്തിലേക്ക് എത്താനാണ്. നാമത്തിനെ നമ്മൾ ശരണം പ്രാപിക്കണം. ഭഗവത്ഗീത ഭാഗവതം ഒക്കെ കേട്ടോ, ശ്ലോകങ്ങൾ പഠിച്ചു, നാമം ജപിച്ചോ? നാമം തുടങ്ങിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് നാമമില്ലാണ്ട് അതാണ് കൃത്യമായിട്ട് ഈ യുഗത്തിൽ ഏത് നാമം ജപിക്കണമെന്നും എല്ലാം കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ശാസ്ത്രപ്രകാരം നമുക്ക് കിട്ടി. എന്നാലും അതാണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല അല്ലെ ആർക്കും. നാമൊക്കെ ഞങ്ങൾ സന്ധ്യാനാമൊക്കെ ജപിക്കുന്നുണ്ട്, ഒരുപാട് വിഷ്ണു സഹസ്രനാമൊക്കെ ജപിക്കുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തില് മഹാദേവ ഉമാദേവിയോട് എന്താണ് പറയണത്? സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ അല്ലേ? അപ്പൊ ആ ഒരു പടിയിൽ നിന്ന് നമ്മൾ അടുത്ത പടിയിലേക്ക് ഉയരണം. സഹസ്രനാമങ്ങൾക്ക് തുല്യമാണ് രാമനാമം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ അതിൽ എത്ര നാമങ്ങളുണ്ട്? 16 നാമങ്ങളുണ്ട്. അതിന്റെ ഹരേ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ക്ലാദിനി ശക്തി. ക്ലാദിനി ശക്തിയായിട്ടുള്ളത് ആരാണ്? രാധാറാണി. ശ്രീമതി രാധാറാണിനെയാണ് ഹരേ എന്ന് വിളിക്കുന്നത്. പിന്നെ ശ്രീകൃഷ്ണൻ. രാമ എന്ന് പറയുന്നത് ആരാണ്? ശ്രീരാമനും അല്ല, ബലരാമനും അല്ല, പരശുരാമനും അല്ല. രാധാരമണൻ എന്ന് പറയുന്ന രാധാരമണൻ, രാധാറാണിനെ രമിപ്പിക്കുന്നവൻ എന്നുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ നാമം തന്നെയാണ് രാമ എന്ന് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തില് ഇവരാണ് ഈ രാധാകൃഷ്ണന്മാരെ തന്നെയാണ് കേട്ടോ. വേറെ രാമ എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കണ്ട, ചിന്തിച്ച കുഴപ്പമൊന്നുമില്ല. എന്തായാലും അൾട്ടിമേറ്റ് ഇതാണ് പറയുന്നത് ആചാര്യന്മാര്. ഇവിടെ രാധേനെ രമിപ്പിക്കുന്നവെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ രാമ എന്നുള്ളത് കേട്ടോ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഹരേ എന്ന് പറയുന്നത് 16 8 നാമങ്ങള് ഹരേ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 കൃഷ്ണ, 4 രാമ, അങ്ങനെ 16 നാമങ്ങള് നമ്മൾ ഒരു ജപമാലയില്. ജപമാല എല്ലാവരും കണ്ടുണ്ടോന്ന് അറിയില്ല. ഇത് നീമിന്റെ മണിയാണ്, തുളസിമാലയല്ല. നമ്മൾക്ക് തുളസിമാലയൊക്കെ ജപിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. എന്താണെന്ന് വെച്ചാൽ യമനിയമങ്ങളൊക്കെ പാലിച്ച് മാല ജപമൊക്കെ സ്ഥിരാക്കി ഭഗവാനെ പൂർണ്ണമായിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ അനുസരിച്ച് ജീവിക്കാന്ന് പറയുന്ന കുട്ടികൾക്കാണ് തുളസീനെ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്താണ് യോഗ്യതയൊക്കെ വരുത്തിയാല് പെട്ടെന്ന് നമുക്ക് തുളസിമാല സ്വീകരിക്കാം. അല്ലാത്ത സമയം നമ്മൾ ഇതേപോലെ നീമിന്റെ മാല ഉണ്ട്. ഈ നീമിന്റെ മാലയിൽ 108 മണികളാണ്. 108 മണിയുള്ള മാല നമ്മൾ ജപിക്കുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ എന്താണ് 16 നാമം 108 മണിയിൽ ജപിക്കുമ്പോ എത്ര ആയി നാമം? 1728. അപ്പൊ എത്ര സഹസ്രനാമങ്ങൾക്ക് തുല്യ, അതിനേക്കാളും കൂടിയില്ലേ? അപ്പൊ എത്ര സമയം വേണം? ചുരുങ്ങിയത് 10 മിനിറ്റിനും കൂടുതലും ആവാനും പാടില്ല, 5 മിനിറ്റിനും കുറയാനും പാടില്ല. അങ്ങനെ 7-8 മിനിറ്റിന്റെ ഉള്ളിൽ ഈ മാല തീരുമ്പോ സഹസ്രനാമങ്ങൾക്ക് മേലെയില്ലേ? ഒരു സഹസ്രനാമം നമ്മൾ വിഷ്ണു സഹസ്രനാമായാലും ചെല്ലുമ്പോ ചുരുങ്ങിയത് ഒരു 20-25 മിനിറ്റ് വേണം. അപ്പൊ ഇത് 4 മാല ചെല്ലുമ്പോഴേക്കും എത്രയാവും? നമുക്ക് കലിയുഗാണ്. മറ്റേതൊന്നും ചെല്ലി അതിന്റെ അർത്ഥം പഠിച്ച് മനസ്സിലിരിക്കാനുള്ള ബുദ്ധിയും സമയമൊന്നുമില്ല അല്ലേ? ആർക്കും സമയമില്ല. ഇത് എളുപ്പമാണ്, ഒന്നും ചിന്തിക്കേണ്ട. എത്ര എളുപ്പമുള്ള മന്ത്രം അല്ലേ? അപ്പൊ ഇതിലെ എന്താണ് സമയം, കാലം, ശുദ്ധി അശുദ്ധി ഒന്നും നോക്കണ്ട. അതുകൊണ്ടാണ് ഇതിനെ മഹാമന്ത്രം എന്ന് പറയുന്നത്. ഏത് സമയത്തും ഏത് കാലത്തും എപ്പോഴായാലും കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ പെലയാണ്, അശുദ്ധിയാണ്, ഇതൊന്നും നോക്കാണ്ട് നമുക്ക് മനസ്സിൽ അതാണ് പറയുന്നത്. മനസ്സിൽ ജപിക്കരുത്. മനസ്സിൽ ജപിക്കുമ്പോ ഇത്രയും 1728 മാല അല്ല, ഇത് മാല ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ആചാര്യന്മാര് ഈ 16 നാമങ്ങളുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം 16 വട്ടം ഇതിൽ ചെല്ലണം എന്നാണ് പറയുന്നത്. അപ്പൊ 24 മണിക്കൂറില് ചുരുങ്ങിയത് 2 മണിക്കൂർ. 24 മണിക്കൂറില് 2 മണിക്കൂർ ഭഗവാന്റെ നാമം ചെല്ലാം. ഒരു പ്രയാസമല്ല. പക്ഷെ തുടക്കത്തിൽ നിങ്ങൾ ഒരു മാലയെങ്കിലും ചെയ്ത് ഒന്ന് രാവിലെ ഒരു മാല, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് എപ്പോഴാണെങ്കിൽ ഒരു മാല, അങ്ങനെ രാത്രി ഒരു മാല, അങ്ങനെ കൂട്ടി 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 പതുക്കെ 4, 8 രാവിലെ ഒരു 4 മാല ജപിക്കാന്ന് തോന്നും. അത് ഭഗവാന്റെ നാമം നമ്മളെങ്ങനെ എന്താ പറയാ, ഭഗവാന്റെ ആ രൂപം കാണുമ്പോൾ തന്നെ എങ്ങനെയാണോ ആകർഷിപ്പിക്കുന്നത് അതേപോലെ ഭഗവാന്റെ നാമം ചെല്ലാൻ നമുക്ക് തോന്നും. പിന്നെ എന്താണ് ഈ ജപമാലയിൽ ജപിക്കുക എന്നാണ്ട് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. എന്തിനു ജപമാല അല്ലാണ്ട് തന്നെ ചൊല്ലിക്കൂടെ എന്ന് ചോദിക്കും. ബ്രഹ്മാവിന്റെ കയ്യില് ജപമാല ഉണ്ട് അല്ലേ? മഹാദേവന്റെ കയ്യിലുണ്ട്. ആരേനെയാണ് ജപിക്കുന്നത്? അവരുടെയൊക്കെ പ്രഭു, അവർക്കറിയാം ആരാണ് ആത്യന്തികമായിട്ടുള്ള സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞാല് ആരാണെന്ന് അറിയണ 12 മഹാജനങ്ങളിൽ വരുന്നവരാണ് ബ്രഹ്മാവും ശിവനൊക്കെ. അവർക്കൊക്കെ അറിയാം. അവരും അതുകൊണ്ട് ജപമാലയിലാണ് ജപിക്കുന്നത്.
മനസ്സിൽ നമ്മൾ വിചാരിക്കുക എപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ, കൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ, ഗുരുവായൂരപ്പൻ എപ്പോഴും ഉണ്ടെന്ന് പറയും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഭർത്താവ് ഭാര്യയോട് പറയണ നിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ, എപ്പോഴും മനസ്സിലുണ്ട്. ഭാര്യയും പറയണു മനസ്സിലുണ്ട്, എപ്പോഴും നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ഇഷ്ടമുണ്ടെന്ന് പറയും. പക്ഷെ എന്താണ്, ഒന്നും ചെയ്തു കൊടുക്കണില്ല, വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണില്ല എന്ന് പറയുമ്പോൾ എന്താ, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ, ഭക്ഷണം ഉണ്ടാക്കുക, വീട് വൃത്തിയാക്കുക, എല്ലാ കാര്യങ്ങളും. ഇതൊന്നും ചെയ്യാണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ശരിയാവോ? അതേപോലെ ഭഗവാന് ഇഷ്ടമാണ് എല്ലാവരും പറയും, മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് പറയും. പക്ഷെ നാമൊന്ന് ജപിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല. അതാ പറയുന്നത്, ഭഗവാൻ നമുക്ക് 24 മണിക്കൂർ തന്നിട്ടുണ്ട്. അതില് 2 മണിക്കൂർ, ബാക്കി എല്ലാതും എന്താണ്, എന്ത് ചെയ്താലും അവസാനം കഷ്ടങ്ങളിലേക്കേ പോകുള്ളൂ. ഇത് മാത്രം സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ശ്രീമദ് ഭാഗവതത്തിലെ മഹർഷി എന്താണ് പറഞ്ഞത്? നാമ സങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം സ്തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം. ഏതൊക്കെയാണ് ദുഃഖങ്ങള്? ജന്മ മൃത്യു ജരാവ്യാധി, ദുഃഖദോഷാനുദർശനം എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ജനിച്ചത്, മരണം, ജര, അതേപോലെ വ്യാധികള്, ഇതൊക്കെയാണ് നമ്മുടെ ദുഃഖങ്ങൾ. പിന്നെ ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം ക്ലേശങ്ങള്, ഇതിൽ നിന്നൊക്കെ അതാണ് ദുഃഖശമനം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജനിച്ച തന്നെ ദുഃഖമാണ്. ഭൗതികമായിട്ട് ഇവിടെയല്ല, ഇവിടുത്തെ ആളെ അല്ല, ഇവിടെ നമ്മൾ ജനിച്ചു പോയി. ഭഗവത്ഗീതയ്ക്ക് അതീന്ദ്ര ജ്ഞാനമാണ്. അതിലേക്ക് നമുക്ക് പുരോഗതി വരാനും എന്താണ്, ഭഗവാന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് നമ്മൾ ഈ നാമത്തെ സ്വീകരിച്ചാലാണ് അത് നമുക്ക് ഈസി ആവാനും പറ്റുള്ളൂ. ഭഗവാന്റെ ആ കാരുണ്യം ഇല്ലാണ്ട് നമുക്ക് ഇതൊക്കെ മനസ്സിലിരിക്കാനും അത് അറിയാനും. ഭഗവത്ഗീത ഭാഗവതമൊക്കെ എന്ന് പറയുന്നത് ഭഗവാനെ അറിയാനാണ് കൂടുതൽ. ഭഗവാനെ അറിയാണ്ട് നമ്മൾ ജീവിക്കുന്നതാണ് എല്ലാറ്റിൻ്റെയും ഈ കാരണം. അപ്പൊ ഭഗവാനെ അറിയാൻ ശ്രമിക്കുമ്പോൾ എന്ത് വേണം? ഭഗവാന്റെ നാമത്തെ നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അത് തന്നെയാണ് ഭാഗവതവും പറയണത്. സർവ്വവിധ പാപങ്ങളിൽ നിന്നും അതേപോലെ തന്നെ സർവ്വവിധ ദുഃഖങ്ങൾക്കും ശമനം കിട്ടണമെങ്കിൽ എന്ത് വേണം? നാമസങ്കീർത്തനം എന്നാണ് പറയുന്നത്. അപ്പൊ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടുതൽ പേര് ഒരുമിച്ച് ചെയ്യുന്നതിനാണ് സങ്കീർത്തനം. ഒറ്റയ്ക്ക് നമ്മൾ ജപിക്കുമ്പോൾ ജപം. അപ്പോൾ ജപമാണ് എന്ത് പറയണത്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണം ജപം, യജ്ഞങ്ങളിൽ വെച്ചിട്ട് ജപയജ്ഞമാണ് എനിക്ക് ഏറ്റവും പ്രിയെന്ന്. നമ്മുടെ പൂന്താനം പറയുന്ന പോലെ മറ്റു യുഗത്തിലുള്ളവരൊക്കെ ആഗ്രഹിക്കുകയാണ് കലിയുഗത്തിൽ വന്നു പിറക്കാൻ. എന്തുകൊണ്ടാണ്? ഈ നാമജപത്തോടു കൂടിയിട്ട് തന്നെ അവർക്ക് ഭഗവത് പ്രാപ്തി നേടാൻ കഴിയുന്നു. മത്തരായിട്ട് നൃത്തം ചെയ്യാനാണ് പറയണത്. ഈ ലഹരിയാണ് നമ്മളോട് കയറ്റേണ്ടത്. അതല്ലേ ഹരേ കൃഷ്ണ ആ കീർത്തനം കൊട്ടും പാട്ടൊക്കെ വെച്ചിട്ടാണ്ട് വെക്കുമ്പോ എല്ലാവരും നൃത്തം വെക്കുന്ന കണ്ടിട്ടുണ്ടാ? കയ്യും കാലും എല്ലാം അതന്നെയാണ് പൂന്താനം പറഞ്ഞത്. ഇതൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള ആചാര്യന്മാര് ഇതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ഇത് അറിയാത്തവരെ എന്തൊക്കെയോ മറ്റു മതസ്ഥരെ പോലെ പൊന്തക്കോസ് എന്തൊക്കെയോ പറഞ്ഞിട്ട് കളിയാക്കും ഹരേ കൃഷ്ണക്കാരെ. ഇതാണ് പറയുന്നത്. ഈ ഒരു ആനന്ദം, ഈ ഒരു കൃഷ്ണനാമം കൊണ്ട് നമുക്ക് കിട്ടുന്ന ആനന്ദം, ഈ ലഹരിയാണ് വേണ്ടത്. പരമപദത്തിലേക്ക് എത്താൻ ഇതല്ലാണ്ട് വേറൊരു ഗതിയുമില്ല. അപ്പൊ അതിനെ സ്വീകരിക്കാൻ ആർക്കാണ് സാധ്യമാകുക? സുമേധസ്സുകൾക്ക്. ചൈതന്യ മഹാപ്രഭു വന്നിട്ടുള്ളത് ഇത് ബുദ്ധിയുള്ളവർക്ക് സ്വീകരിച്ചാൽ മതി. ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയിട്ട് മഹാഭാഗ്യം ചെയ്തവർ മാത്രം ഈ ഒരു നാമത്തെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ സ്വീകരിക്കുക. വല്ല പൈസക്കും ചെലവുള്ള കാര്യമാണോ അത്? ഇല്ല. എന്ത് പ്രശ്നം വന്നാലും സുഖമായാലും ദുഃഖമായാലും എങ്ങനെയായാലും എന്താണ് വേണ്ടത്? നാമത്തിനെ കൈവെടിയാണ്ടിരിക്കുക. അപ്പൊ അത് നമുക്ക് കിട്ടി. നല്ല ആത്യന്തികമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പ്രകാരം നമ്മുടെ ഭഗവാൻ തന്നെ നേരിട്ടിട്ട് വന്നിട്ട് തന്നിട്ടുള്ള നാമമാണ്. അല്ലാണ്ട് അവര് പറഞ്ഞു ഇവര് പറഞ്ഞിട്ടൊന്നല്ല. അപ്പൊ കൃത്യമായിട്ട് ഏത് നാമാണെന്നുള്ളത് കിട്ടി. എന്താ വെച്ചാൽ
കലിയുഗം അത്രയും ദോഷമുള്ളത് കൊണ്ട് തന്നെ അവിടെ രാധാകൃഷ്ണന്മാർ ഒരുമിച്ച് ഉള്ള ഈ മന്ത്രം തന്നെ വേണം പ്രവർത്തിക്കാൻ. മനസ്സിലായ? ആ രാധാറാണിയുടെ കൃപ തന്നെ വേണം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. അപ്പൊ നമുക്ക് 5 ആചാര്യന്മാരുടെ ഉണ്ട്. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗര ഭക്തവൃന്ദ, അങ്ങനെയുള്ള 5 ആചാര്യന്മാരുടെ മന്ത്രം ആദ്യത്തെ ഈ മണിയിൽ പിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ മണിയിൽ ആദ്യം നമ്മൾ കാണുന്ന ഈ മേരുമണി എന്ന് പറയും. ഇതില് നമ്മൾ പിടിക്കുമ്പോൾ ഈ ഒരു വിരല് തൊടരുത്. ഈ 3 വിരലുമ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? നാമം ജപിക്കാൻ. ഇങ്ങനെ ആദ്യം ഇവിടെ പഞ്ചതത്വം ചെല്ലുക. എന്തിനും ഏതിനും എന്ത് വേണം? ഗുരു വേണം. ഗുരു ഇല്ലാണ്ട് ഭഗവാന്റെ അവിടേക്ക് എത്താൻ സാധ്യമല്ല. ഭഗവാന്റെ തന്നെ പ്രതിനിധികളെ ആചാര്യന്മാരുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 5 ആചാര്യന്മാരുണ്ട്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ പഞ്ചതത്വം എന്ന് പറയും. ഈ പഞ്ചതത്വം ചൊല്ലിയിട്ട് വേണം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ. ഇപ്പൊ നമുക്ക് പ്രധാനമന്ത്രിനെ കാണണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് പോയി കാണാൻ പറ്റുമോ? അവിടെ ആ പ്രതിനിധികളെ കാണണം അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ആചാര്യൻ ഗുരു ഇല്ലാണ്ട്, അതന്നെയാണ് നമ്മുടെ പൂന്താനം പറഞ്ഞത് ഓർമ്മണ്ടോ? ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം, നരജന്മം സഫലമാക്കിയിടുവാൻ. അപ്പൊ ഗുരുനാഥൻ തുണ ചെയ്യുക. കണ്ട? ഗുരുനാഥൻ വേണം. എന്ത് വേണം? ഗുരുനാഥൻ തന്നിട്ടുള്ള ഈ നാമം, അതാണ് പഞ്ചതത്വം. നമുക്ക് ഇപ്പൊ ഈ കലിയുഗത്തില് ഈ പഞ്ചതത്വം ചൊല്ലിയിട്ട് വേണം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലാൻ. അപ്പോഴാണ് നമ്മുടെ അനർത്ഥങ്ങള്, നമുക്ക് ഉറക്കം വരിക, മനസ്സൊന്നും ഏകാഗ്രത കിട്ടണില്ല, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനെയൊക്കെ നമ്മളെ ഈ പഞ്ചതത്വത്തിനെ ചൊല്ലിയിട്ട് അവരെല്ലാ അനർത്ഥങ്ങളും നീക്കിയിട്ട് ശുദ്ധമായ നാമം ഭഗവാനിലേക്ക് എത്തിക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ കുറെ നാമങ്ങളുണ്ട്, സന്ധ്യാനാമം പലതും ഇരുന്ന് ചൊല്ലി അത് ഭഗവാനിലേക്ക് എത്തണുണ്ടോ? എന്തുകൊണ്ടാണ് എത്താത്തത്? അവിടെ ഗുരു ഇല്ല, ഗുരുവിന്റെ നാമമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരാനോ അനുഷ്ഠിക്കാനോ ഒന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ആ ഗുരു പരമ്പരയിൽ വന്നിട്ട് ഇതൊക്കെ പഠിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ഫലം നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അല്ലെങ്കിൽ എല്ലാം ചെയ്തു ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിരാശരായിട്ട് പലരും നടക്കുന്നുണ്ട്. ആത്മീയമായിട്ട് പുരോഗതി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇത് നന്നായിട്ട് ഉപയോഗിക്കുക. സമയം വെറുതെ വേസ്റ്റ് ആക്കാണ്ട് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക. കുറച്ച് നേരത്തെ എണീക്കണം മാത്രം. അപ്പൊ പിന്നെ മറ്റുള്ള സമയങ്ങളൊക്കെ നമുക്ക് ചെയ്യാലോ അല്ലെ? കുറച്ച് നേരത്തെ എണീറ്റാല് 6 മണിക്ക് എണീക്കണവര് 5 മണിക്ക് എണീക്കുക. അപ്പൊ അത് ഈസിയാവും. അപ്പൊ 5 തൊട്ട് 6 വരെ 8 മാലയൊക്കെ കഴിക്കാം. ഈ ഒരു മാസത്തില് നമ്മൾക്ക് ചൗരാഷ്ടകം എന്ന് പറയും. ആ ചൗരാഷ്ടകം വെച്ചിട്ട് രാധാകൃഷ്ണന്മാർക്ക് നെയ്ത്തിരി കൊണ്ട് ആരതി ഒഴിയാം. ഇതൊക്കെ ഈ ഒരു മാസം ചെയ്താല് നല്ലതാണ്. അപ്പൊ എല്ലാവരും അത് ചെയ്യും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഇത്രയും നാളും ഒരുപാട് നാമങ്ങളൊക്കെ ചെല്ലുണ്ടാവും. പക്ഷെ അത് ചെല്ലണ്ടാന്നൊന്നും പറയുന്നില്ല. എന്തൊക്കെ ചെയ്തതെന്ന് ചെയ്തോളൂ. പക്ഷെ ഇത് മാക്സിമം 16 ഏറ്റവും ചുരുങ്ങിയത് പറയുന്നത്. 16 റൗണ്ട് ചെല്ലണം എന്നാണ് പറയുന്നത്. അത്രയും കൽമഷങ്ങള്, അത്രയും പാപങ്ങൾ നമ്മുടെ തീരണങ്ങ. അതേപോലെ അന്തേ നാരായണ സ്മൃതി വരണങ്ങ, കൃഷ്ണ രാമ എന്നുള്ള ആ വിളി വരണം നമുക്ക് അല്ലേ? ഒരു നിമിഷം ഭഗവാൻ തരും നമുക്കത് വിളിക്കാൻ. ആ നേരത്തെ നമുക്ക് മറ്റ് നാമങ്ങളെക്കാളൊക്കെ എത്ര ഈസി അല്ലേ? കൃഷ്ണ രാമ എന്നിട്ട് വരണ്ടേ? അത് നിരന്തരം ഇത് നമ്മൾ ചെയ്യണം. സതതം കീർത്തയന്തോമ എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ചൈതന്യ മഹാപ്രഭു എന്താ പറയുന്നത്? കീർത്തനീയ സദാഹരി. ശരീരം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണം അല്ലേ? അതേപോലെ ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണമാണ് ഈ പറയുന്നത്. ഇതേവരെ നമ്മളത് കൊടുത്തിട്ടില്ല, ശരിയായ വിധത്തില് കൊടുത്തിട്ടില്ല. ശരീരം ഓടാനും, ഇപ്പൊ ഒരു കാറ് ഉദാഹരണം പറയണു, കാർ ഓടിക്കാനും എന്ത് വേണം? അതില്
അതേപോലെ ഈ നാമത്തിനെ നമ്മൾ സ്വീകരിച്ചാലാണ് ഈ നാമാണ് നമ്മൾക്ക് എവിടേക്ക് എത്തിക്കുക? ഭഗവാനിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഈസി ആയിട്ട് ഈ കലിയുഗത്തിൽ ഇത്രയും ഈസി ആയിട്ട് തന്നിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ സ്വീകരിക്കാത്തത്? അതാണ് ആൾക്കാർ ചെല്ലണുണ്ട്, കൊറേ ചെല്ലണുണ്ട്. പക്ഷെ അതാണ് പറയുന്നത് തത്വങ്ങളും കാര്യങ്ങളും ഒന്നും അറിയണില്ല, ഏതാണ് ചെല്ലണ്ടെന്ന് അറിയണില്ല. കുറെ പേർക്ക് ഡൗട്ടാണ്, എന്താ ഹരേ രാമേല് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ആരാണ് വാൽമീകി മഹർഷിക്ക് എന്താണ് പറഞ്ഞു കൊടുത്തത്? മര മര എന്ന് ചൊല്ലാം അല്ലെ, യോഗ്യത അല്ല. ആ മര മര ചൊല്ലി വരുമ്പോ രാമ രാമ തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് യോഗ്യത ആക്കി തന്നു. ഹരേ കൃഷ്ണയില് നിങ്ങൾ തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ട്. അത് വൈദിക മന്ത്രാണ്. പൂജാതി കർമ്മങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെയാണ് എന്തുപയോഗിക്കുക? ഹരേ രാമേല് തുടങ്ങുന്നത്. നമുക്ക് എന്താണ്, നമ്മള് ശുദ്ധരല്ല അല്ലെ, നമ്മൾ നിൽക്കുന്ന സ്ഥലം ശുദ്ധരല്ല, ശുദ്ധിയുള്ള ആൾക്കാരല്ല. അപ്പൊ ഒന്നും നിങ്ങൾ ആദ്യം ഒന്നും ഉപേക്ഷിക്കാനോ ഒന്നും പറയണില്ല. എല്ലാവർക്കും പേടിയാണ് ജപമാലയിൽ ജപിക്കാൻ പറയുമ്പോൾ. കുറേ പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ജപമാലയിൽ അല്ലാണ്ട് ജപമാല തരാന്ന് പറഞ്ഞാൽ പോലും വേണ്ട. ജപമാലയിൽ ജപിക്കാന്ന് പറയുമ്പോൾ അയ്യോ എന്തോ ഒരു സന്യാസിയായിട്ട് മാറുമോ എന്നുള്ളൊരു പേടി എന്തൊക്കെയോ ഉണ്ട്. ഇത് എണ്ണം തെറ്റാണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ കുറെ പേരെ കണ്ടിട്ടും കാര്യങ്ങളും അനുഭവമുള്ള കാര്യമാണ് നമുക്ക് ഇത്രയും ഇതിൽ പറഞ്ഞു തരുന്നത്. ഇത് നമ്മള് ശാസ്ത്രപ്രകാരമാണ് ഈ പറഞ്ഞു തരുന്നത്. ഹരിസന്തനോപനിഷത്തിലാണ് ഏത് നാമാണെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടിയത്. ഹരിനാമം ഹരിനാമം എന്ന് പറയുന്നുണ്ട്. ഓരോ യുഗത്തിലും ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെ, അങ്ങനെ നമ്മുടെ ധ്രുവ മഹാരാജന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. രാമ എന്നുള്ളത് മര മര എന്ന് ചെല്ലാം വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോ യുഗത്തില് ഓരോ നാമങ്ങളുണ്ട്. ഈ യുഗത്തിലത്തെ നാമാണിത് കേട്ടാ. അപ്പൊ എല്ലാവരും നമ്മുടെ പുരുഷോത്തമ ദിനമാസം എല്ലാവരും നന്നായിട്ട് ആചരിക്കുക. അപ്പൊ നമുക്ക് ആരതി ഒഴിയേനി. അപ്പൊ ഹരേ കൃഷ്ണ. എല്ലാവർക്കും വാഞ്ചകൽപതരൂപേശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. ആനന്ദ കോടി വൈഷ്ണവന്റെ കെ ജയ. ജഗൻ ഗുരു ശ്രീല പ്രഭാതർ കെ ജയ. ഗുരു മഹാരാജ് കെ ജയ. आज के आनंद की जय. निताय गौर प्रेमानंदे हरि हरि बोल. सर्वं राधा कृष्णार्पणमस्तु. जय श्री राधे राधेश. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्री वासादि गौर भक्त वृंद. ഒരു തവണ അല്ലെങ്കിൽ 3 തവണ ചൊല്ലിയിട്ട് വേണം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ. Thank you.